സഹോദരങ്ങളെയും ജോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയും. ദൈവം സാത്താനെ ജോബിനെ പരീക്ഷിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ സാത്താൻ ദൈവത്തോടൊരു കാര്യം പറയുന്നുണ്ട്. നീ ജോബിന്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ? അതെങ്ങനെയാ ജോബിന്റെ സമ്പത്തിന് ചുറ്റും വേലി ഉണ്ടായത്? ജോബ് അർപ്പിച്ച നന്ദി പ്രാർത്ഥനയിലൂടെ, ജോബ് അർപ്പിച്ച കൃതജ്ഞതാ ബലിയിലൂടെ. ജോബ് ഇടയ്ക്കെല്ലാം കൃതജ്ഞതാ ബലി അർപ്പിച്ചിരുന്നു. എപ്പോഴെല്ലാം കുടുംബത്തിൽ സമ്മേളനമുണ്ടായിരുന്നോ അപ്പോഴെല്ലാം ജോബ് മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് പകരക്കാരനായി ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നന്ദിയുടെ ബലി അർപ്പിച്ചിരുന്നു. ഇത് നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുകയാണ്. അതാണ് ജോബിന്റെ സമ്പത്തിന് ചുറ്റും വേലി ഉണ്ടാകാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പുസ്തകം ഉയർത്തിയിട്ട് പറയാണ്, ഇത് എന്റേതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, എന്നേക്കാൾ ശക്തനായ ഒരാൾക്ക് വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചെടുക്കാൻ കഴിയും. എന്നേക്കാൾ ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് എന്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിയെടുക്കാൻ കഴിയും. ഇത് എന്റേതാണ് എന്ന് ഞാൻ പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിക്കുകയും ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ആർക്കെങ്കിലും പിന്നെ തട്ടിയെടുക്കാൻ പറ്റുമോ? കാരണം ദൈവത്തെക്കാൾ അതിന് മുകളിൽ വേറെ ആരുമില്ല. അപ്പൊ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിന് മഹത്വവും സ്തുതിയും നൽകുമ്പോൾ അത്ഭുതകരമായ സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ സംരക്ഷണം അവിടെ കിട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അത് മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തെ ആരാധിക്കുക. ഇത് ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ബന്ധങ്ങളായാലും ശരി, നമ്മുടെ ശരീരമായാലും ശരി, കഴിഞ്ഞ കാലങ്ങളിൽ അധ്വാനത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമായാലും ശരി, ഇതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ഇത് പറയാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യജമാനത്വത്തെ തകർത്ത് ദൈവം യജമാനനായി തീരുക, നമ്മുടെ ഉടമസ്ഥാവകാശം തകർത്ത് ദൈവം ഉടമസ്ഥനായി തീരുക, ദൈവത്തിന് ഭരണമുണ്ടാകുക. ദൈവത്തിന് ഭരണമില്ലാത്തടത്താണ് തിന്നിരിക്കുന്നത്. റോമർ 1 പൗലോസ് എഴുതി വച്ചിരിക്കുകയാണ്, അവർ ദൈവത്തെ ദൈവമായി ആരാധിക്കുകയോ അവിടത്തേക്ക് നന്ദി പറയുകയോ ചെയ്യാത്തതിനാൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്കായി കൈവിട്ടു എന്ന്. എല്ലാ പാപത്തിന്റെയും ഉറവിടം ഇവിടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നന്ദി ഉയരണം. ദൈവമേ, ഇത് നിന്റേതാണ്. നന്ദി പറയാതിരിക്കുന്നിടത്ത് നിഷേധാത്മകമായ വികാരങ്ങൾ അടിഞ്ഞു കയറും. അവയെ കൈകാര്യം ചെയ്യുവാനായിട്ട് നീ പല പാപത്തിന്റെയും അടിമയായി മാറേണ്ടതായി വരും. അവിടെയെല്ലാം നമ്മുടെ ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണ്. ദൈവമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് പൊളിഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു പൂവ് അത് നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഇതാ നമ്മുടെ ഉള്ളില് പെട്ടെന്നൊരു വണ്ടർ ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വണ്ടർ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അത് പ്രകടിപ്പിച്ചെന്ന് വരും. ഒരു ശബ്ദത്തിലൂടെ ഹാ എന്ന് പറഞ്ഞ് നമ്മളത് പ്രകടിപ്പിക്കുന്നു. ഏതൊരു കാര്യവും നമ്മുടെ കയ്യിലേക്ക് വരാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വണ്ടറാണ്. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുമ്പോൾ ഒരു വണ്ടറാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാലോ വണ്ടർ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം എന്ന് പറയുന്നത് വണ്ടറാണ്. വിവാഹം കഴിഞ്ഞു കഴിയുമ്പോഴോ വണ്ടർ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു കാര്യവും നമ്മൾ ആദ്യമായി കാണുമ്പോൾ നമുക്കൊരു വണ്ടറാണ്. കൈ കിട്ടി കഴിയുമ്പോഴോ നമ്മുടെ കൈവശം വന്നു കഴിയുമ്പോഴോ വണ്ടർ പോയി. അതിന് സന്തോഷം പോയി.
നമ്മുടെ കൈവശം ഇരിക്കുന്നത് നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാലോ സന്തോഷം പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കുഞ്ഞുങ്ങൾ ഏതൊരു സാധനം കയ്യിലെടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ അമ്മമാര് വന്ന് ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വിടിവിച്ചു കഴിഞ്ഞാലോ കൊച്ചു കിടന്ന് കാര്യം ഉണ്ടാകും. ഒന്നും ചെയ്യുന്നില്ലെങ്കിലോ കൊച്ചിച്ച് നേരെ അടിച്ച് തൊട്ട് അതിനായിട്ട് അവിടെ ഇട്ട് സ്ഥലം വിട്ട് കളയും. പ്രൈസ് ദി ലോർഡ്. അതിന് വണ്ടർ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ നേച്ചർ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങള് നമുക്ക് വണ്ടറായി തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് പോയിട്ടുണ്ട്. അവയൊന്നും നമ്മുടെ ഉള്ളിൽ സന്തോഷം തങ്ങി നിൽക്കുന്നില്ല. ഇതൊന്നും സന്തോഷം തങ്ങി നിൽക്കുന്നില്ല. നീ ഉണ്ടാക്കിയ ഡിഗ്രിക്ക് നിന്റെ ഉള്ളിൽ സന്തോഷം തങ്ങി നിർത്താൻ കഴിയുന്നില്ല. നിന്റെ ജോലി കിട്ടിയപ്പോൾ നിനക്ക് വലിയ ആവേശമായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിയട്ടെ സന്തോഷം പോയി, ഒരു സന്തോഷമില്ല. അപ്പൊ ഈ ജോലിക്ക് നിന്നെ സന്തോഷത്തെ നിലനിർത്താൻ പറ്റുന്നുണ്ടോ? നീ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധങ്ങൾക്ക് ഈ സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? ലോകത്തിലെ ഏത് കാര്യത്തിന് ഈ സന്തോഷം നിലനിർത്താൻ കഴിയുന്നുണ്ട്? അതെങ്ങനെയാണ് സന്തോഷം പോയത്? നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മൾ അതിന് സന്തോഷം നമ്മുടെ പൊസഷനിലാണ് ആ സന്തോഷം പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നാൽ നമ്മളത് ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന്റെ നിത്യസൗന്ദര്യത്തിന്റെ ഭാഗമാണ് ഈ പൂവെന്ന് മനസ്സിലാക്കി ഇതിന്റെ ഈ പൂവിന്റെ സൗന്ദര്യത്തെ അതിന്റെ ഉറവിടമായ ദൈവത്തിന്റെ സൗന്ദര്യത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ ഒരിക്കലും ആ സന്തോഷം നിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കയ്യിലിരിക്കുന്നതിന് മുഴുവനും ദൈവത്തിന്റെ കയ്യിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നീ അവിടെ അതിന്റെ ഉറവിടം കണ്ട് ആ ഉറവിടത്തോട് ചേർത്ത് വെച്ച് നീ ദൈവത്തിന് ആരാധനയും സ്തുതിയും കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഈ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങി പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്തരം സന്തോഷമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ആവേശം തരുന്നത്. ഈ ഭൂമിയിൽ ജീവിച്ച് മടുപ്പ് ഫീൽ ചെയ്യുന്ന ആളുകൾ, മടുപ്പ്, ദേഷ്യം, അസ്വസ്ഥത, ആകുലത, ജീവിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്ന മരവിച്ച മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥാവിശേഷം, ഇതൊക്കെ നിനക്കൊരു വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും പലരും നമ്മളെ അനുമോദിച്ചിട്ടുണ്ടാകും. ഈ അനുമോദനമൊക്കെ നമ്മൾ നേടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ നീ അത് ദൈവത്തിന്റെ പക്കലേക്ക് കൊടുത്ത് അപ്പോൾ അത് നിനക്ക് സന്തോഷമായി മാറും. ഇന്ന് തന്നെ കുറച്ചു പേരെല്ലാം കൂടി അനുമോദിക്കുന്നു. 5-6 മാസം കഴിയുമ്പോൾ അനുമോദനമൊക്കെ നിന്നു. അപ്പൊ നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താ എന്നെ അനുമോദിക്കാത്തത്? പ്രൈസ് ദി ലോർഡ്. നിനക്ക് അവരോട് വിഷമത ആരംഭിക്കുന്നു. മറ്റുള്ളവർ നിന്നെ പൊക്കിയാൽ അപ്പോൾ നീ പൊങ്ങുന്നുവെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ അവർ താഴെ വയ്ക്കും. അപ്പം നിനക്ക് ദുഃഖമായി. ഹല്ലേലൂയ. മറ്റുള്ളവർ പൊക്കുമ്പോൾ നീ ചിരിച്ചാൽ മറ്റുള്ളവർ താഴെ വയ്ക്കുമ്പോൾ നീ കരയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എന്താ നീ കരയാൻ കാരണം? ആരൊക്കെയോ നിന്നെ പൊക്കി ഇപ്പൊ താഴെ വെച്ചിരിക്കുക, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പൊക്കുമ്പോൾ നീ പൊങ്ങുന്നുമില്ല, അവർ താഴെ വയ്ക്കുമ്പോൾ നിനക്കൊരു കുഴപ്പമുണ്ടായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അസ്വസ്ഥനാകുന്നുണ്ട്, കാരണം അവർ പൊക്കിയപ്പോ നീ പൊങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിലേക്ക് കൊടുക്കുക. യോഹന്നാൻ വെളിപാടിൽ കണ്ട ദർശനം അതാണ്. എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാം അവന്റേതാണ്. ഇവിടെയുള്ളത് മുഴുവനും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നിന്റെ കൈവശം ഇരിക്കുന്നത് കൂടി ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത് മുഴുവനും നിന്റേതായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ ഭരണത്തിലേക്ക്, ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവികമായ സന്തോഷവും സമാധാനവും ശാന്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകാം. ഏതെല്ലാം വിധത്തിലുള്ള അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിലുണ്ടോ, നിരാശ, ദുഃഖം, ഭയം, ആകുലത, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഭരണാധികാരി ദൈവമല്ല, നമ്മൾ വേറെ ആരുടെയോ ഭരണത്തിന് കീഴിലാണ്. അവർ നമ്മളെ ഭരിക്കുകയാണ്. ഈ ഭരണത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ ഭരണകർത്താവായി സ്വീകരിച്ച് നമ്മൾ ദുഃഖത്തിന്റെ ഈ ജയിലിൽ നിന്ന് പുറത്തു വരണം. നിരാശയുടെ ഈ അന്ധകാരത്തിൽ നിന്ന് ദൈവിക ഭരണത്തിന്റെ പ്രഭാതത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്തോറും ഇതാ ഈ ചങ്ങല പൊട്ടാൻ തുടങ്ങും. ഇത് പൊട്ടി വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. നീ ഫ്രീ ആകണം, നീ സ്വതന്ത്രനാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് ദൈവം ഇതാ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത്. ഫറവോന്റെ ഭരണത്തിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിച്ചു. ഈ വലിയ വിടുതൽ സംഭവിച്ചത് നമുക്കറിയാം. ഓരോ ഇസ്രായേൽ ഭവനത്തിലും ഒരു കുഞ്ഞാടിനെ കൊന്നാണ്. ആ രക്തം കട്ടിലപ്പടിയിലും മേൽപ്പടിയിലും തെളിച്ചാണ്. അതിന് മാംസം ഭക്ഷിച്ച. അങ്ങനെയാണ് ഈ പുറപ്പാട് തുടങ്ങിയത്. ഫറവോന്റെ കീഴിൽ നിന്ന് ദൈവിക ഭരണത്തിലേക്കുള്ള ഈ പുറപ്പാടിന്റെ ആരംഭം കുറിച്ചത് ഓരോ ഇസ്രായേൽ ഭവനത്തിലും കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ തിരുരക്തവും തിരുശരീരത്തെയും കേന്ദ്രമാക്കിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അറക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ മുമ്പിൽ. നമുക്ക് അവരുടെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവിക ഭരണത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈജിപ്തിൽ ഒരു ആരാധനയില്ല. ഈ രക്തം ഈജിപ്തുകാരെ ഇസ്രായേൽക്കാരെ തമ്മിൽ വേർതിരിക്കുന്നു. ഈശോ ചിന്തിയ ഈ രക്തം നീ ക്രിസ്തുവിന് വേണ്ടിയുള്ള വ്യക്തിയാണ് എന്ന് നിന്നോട് പറയുന്നു. നീ അവന്റെ ഭരണത്തിലേക്കും അവന്റെ അവകാശത്തിലേക്കും നീ കടന്നു വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് കൈയുയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിനെ നോക്കി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ചങ്ങലകളും പൊട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഇസഹാക്കിനെ എനിക്കായിട്ട് നീ ബലിയർപ്പിക്കുക എന്ന്. ഹല്ലേലൂയ. അബ്രാഹാം അതിന് തയ്യാറായി. കാരണം അവൻ ദൈവത്തിൻ്റെതാണ്. ആ കുഞ്ഞ് ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് ആ കുഞ്ഞിനെ തന്നത്. അതുകൊണ്ട് അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായി തയ്യാറായി. ഹല്ലേലൂയ. അങ്ങനെ അബ്രാഹവും ഇസ്ഹാക്കും കൂടി ബലിയർപ്പണത്തിനായിട്ട് മോറിയ മലയിലേക്ക് പോവുകയാണ്. ആ ബലിയർപ്പണത്തിന് ആവശ്യമായ മരക്കൊമ്പുകൾ, വിറക് ഇസ്ഹാക്കിന്റെ തലയിലുണ്ട്. ഇസ്ഹാക്ക് ഈ വിറകും ചുമന്നുകൊണ്ട് മോറിയ മലയിലേക്ക് പോകുമ്പോൾ സ്വന്തം മരണത്തിന്റെ വസ്തുവും ചുമന്നുകൊണ്ടാണ് ഇസ്ഹാക്ക് മോറിയ മലയിലേക്ക് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെ തന്നെ ദഹിപ്പിക്കുവാനുള്ള, അവരെ തന്നെ ബലിയർപ്പിക്കുവാനുള്ള വിറകാണ് അവൻ തലയിൽ ചുമക്കുന്നത്. ഓരോ മനുഷ്യ ജീവിതത്തിന്റെയും ഈ യാത്രയിൽ സ്വന്തം മരണത്തിന്റെ ഉപകരണവും തലയിൽ ചുമന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ജനതയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തന്നെ മരണത്തിന്റെ ഉപകരണം നിന്റെ തലയുടെ മുകളിൽ നീ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ മോറിയ മലയിൽ ചെന്ന് ഈ വിറകടക്കിയ ശേഷം അബ്രാഹാം ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ഇസ്ഹാക്കിനെ ഇതാ ആ വിറകിന്റെ മുകളിൽ കിടത്തി വാൾ ഉയർത്തി. ഈ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായി വാൾ ഉയർത്തിയപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറ്റിക്കാടുകളിൽ
ഉടക്കിക്കടക്കുന്ന ഒരു കുഞ്ഞാടിന്റെ നിലവിളി അവിടെ ഉയർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസഹാക്ക് കിടക്കുന്നത് വാളിന്റെ അടിയിലാണ്, മരണത്തിന്റെ അടിയിലാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനും മരണത്തിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഒരു ശിക്ഷയുടെ താഴെയാണ് കിടക്കുന്നത്. പാപത്തിന്റെ അടിയിൽ കിടക്കുന്ന ഓരോ മനുഷ്യനും ഒരു മരണത്തിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഒരു ശിക്ഷയുടെ താഴെയാണ് ഇരിക്കുന്നത്. പാപം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തപ്പെട്ട ഒരു ശിക്ഷയാണ്. ആ ശിക്ഷയുടെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പാപം ആരുടെ ഉള്ളിലിരിപ്പുണ്ടോ അവരൊരു ശിക്ഷയുടെ താഴെയാണ്, ഒരു ശാപത്തിന് താഴെയാണ്, ഒരു നാശത്തിന് താഴെയാണ്, ഒരു മരണത്തിന് താഴെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധിയായ അനുഭവങ്ങള്, അവയ്ക്കെല്ലാം മരണത്തിന്റെ മണമുണ്ട്, രോഗത്തിന് മരണത്തിന്റെ മണമുണ്ട്. നമുക്ക് അനുഭവപ്പെടുന്ന പല തകർച്ചകൾക്കും മരണത്തിന്റെ വേദനയുണ്ട്. ഈ മരണത്തിന്റെ താഴെയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഹല്ലേലൂയ. നാം ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഇതാ ഏതോ ഒരു മരണം ഉയർത്തിയ വെല്ലുവിളിയുടെ, ഏതോ ഒരു ശിക്ഷയുടെ താഴെ നമ്മളിതാ കിടക്കുകയാണ്. ഇസഹാക്ക് കടന്നപോലെ, ആ വാളിന്റെ അടിയിൽ ഇസഹാക്ക് കടന്നപോലെ ഇതാ നീ കിടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അടുത്ത സെക്കൻഡില് എന്താ സംഭവിച്ചത്? കുറ്റിക്കാട്ടിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിന്റെ ശബ്ദം അവിടെ ഉയർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറ്റിക്കാട്ടിലാണ് ആ കുഞ്ഞാട് ഉടക്കിക്കിടക്കുന്നത്. ഈ കുഞ്ഞാട് ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഭൂമിയിൽ പിറക്കാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുവാണ് ഈ മരണത്തിന്റെ അടിയിൽ കിടക്കുന്ന ഓരോ മനുഷ്യനെയും മരണത്തിന്റെ ഭീകരത വിമോചിപ്പിച്ച് അവനെ സ്വതന്ത്രമാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞാട് നിലവിളിച്ചത് കൊണ്ടാണ് ഇസഹാക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനിടയായത്. ഈ കുഞ്ഞാടിന്റെ നിലവിളി ഇസഹാക്ക് ചിരിക്കാനിടയാക്കി. ഈ കുഞ്ഞാടിന്റെ നിലവിളി ഇസഹാക്കിനെ വിടിയിച്ചു. കാൽവരി കുരിശിലെ യേശുവിന്റെ നിലവിളി കേട്ട് ഇതാ ഏതോ ഒരു മരണത്തിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് പൊങ്ങി വന്ന ഓരോ ഇസഹാക്കന്മാരാണ് നമ്മളെന്നൊരു ബോധം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതാ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്, നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ സാന്നിധ്യം എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ ഇതാ പുറത്തേക്ക് കൊണ്ടുവരുന്നു. മരണത്തിന്റെ പിടിയിൽ നിന്ന്. പാപത്തിന്റെ ഫലമാണ് മരണം, പാപത്തിന് ശിക്ഷയാണത്. ഈ ശിക്ഷയുടെ പിടിയിൽ നിന്ന് ഇതാ ഈശോ നമ്മളെ മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കുഞ്ഞാടിനെ സ്തുതിച്ച്, ഈ കുഞ്ഞാടിനെ ആരാധിച്ച് നമുക്ക് വിടുതൽ പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും എന്റെ ദൈവത്തിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആകുലത, ഉത്കണ്ഠ, ഇതെല്ലാം നമ്മൾ ദൈവത്തെ ഭരണകർത്താവായി സ്വീകരിക്കുന്ന വഴി, ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുന്ന വഴി, എല്ലാ ഉടമസ്ഥാവകാശവും ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന വഴി നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. ശരിയായ ആരാധനയുടെ നിമിഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മേലുള്ള മുഴുവൻ അധികാരവും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ ഭരണത്തിലാണ് നമ്മൾ സുരക്ഷിതത്വം അനുഭവിക്കുക. നമ്മൾ മുഴുവൻ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് സമാധാനം നൽകുന്നു. ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് വിശ്രമം നൽകുന്നു. ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ പ്രസൻസ് വന്ന് നമ്മളെ വന്ന് മൂടുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം നമ്മളിന്ന് പിടിവിടുമ്പോൾ
സ്തോത്രവും നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥാവകാശം സമ്പൂർണമായി അടിയറ വെച്ച് എല്ലാം അവന്റേതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വഴി ഇതാ ഈ പ്രസൻസിൽ വന്ന് നമ്മൾ നിറയുന്നു. ദൈവം നമ്മളിൽ വന്ന് വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളിൽ വന്ന് വസിക്കുന്നു. ദൈവത്തിന്റെ അധികാരത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ ഒരു അനുഭവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എത്ര വലിയ ചങ്ങലിൽ നിന്നാണ് നമ്മൾ മോചിപ്പിക്കുന്നത്. ഇസഹാക്ക് എഴുന്നേറ്റ് വന്നതുപോലെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലും വിടുതൽ പ്രാപിച്ചതുപോലെ ഇതാ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇതാ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഇതാ ഒരു ജയിലിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുകയാണ്. ഒരു ചങ്ങലയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ഈ അനുഭവം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ അവകാശപ്പെട്ടതാണ്. നീ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്താണ് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാനുള്ളത്? ഞാൻ എന്റേത് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെയും, ഏത് ഉടമസ്ഥാവകാശമാണ് ഞാൻ വിട്ടുകൊടുക്കാനുള്ളത്? എവിടെയാണ് എനിക്ക് ഫ്രീ ആകാനുള്ളത്? നമ്മുടെ പാപത്തിന്റെ മേഖലകളെല്ലാം നമ്മൾ ഇവിടെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് മേലുള്ള ഉടമസ്ഥാവകാശം യേശുവിന് വിട്ടുകൊടുത്താല് നമ്മുടെ പാപത്തിന്റെ ഒരു 99% നീങ്ങി അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് റോമർ 12:2 പൗലോസ് എഴുതി വച്ചിരിക്കുന്നത്, നിന്റെ ശരീരത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിന്റെ നവീകരണം വഴി നീ രൂപാന്തരപ്പെടുക. ഉടമസ്ഥാവകാശം ദൈവത്തെ ഏൽപ്പിക്കുക. അവനാണ് ഇതിന്റെ ഉടമസ്ഥൻ. സ്വന്തം ഇഷ്ടത്തെ അടിയറ വയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ എന്ന് എന്തെങ്കിലും നമ്മുടെ കൈവശം ഇരുന്നാൽ എന്റെ എന്നതിനോട് ചേർന്നതാണ് എന്റെ ഇഷ്ടം. എന്റെ എന്തെങ്കിലും എന്റെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടമായിരിക്കും അവിടെ വരിക. അതുകൊണ്ടാണ് അതിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ മാത്രമേ ദൈവത്തിന് തിരുവിഷ്ടം എന്ന സത്യത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയുള്ളൂ. ദൈവത്തിന് തിരുവിഷ്ടം എന്ന സത്യത്തിലാണ് എല്ലാ തിന്മകളും നീങ്ങിപ്പോകുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കൈകൾ യാനാവറം പിടിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോധപൂർവം ഉടമസ്ഥാവകാശം സറണ്ടർ ചെയ്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒട്ടേറെ പേരുടെ ഉള്ളിൽ നിന്ന് ദുഃഖം, ഓർത്തോർത്തുള്ള വ്യസനം, നാളുകളായുള്ള ആകുലത, ജീവിതം തന്നെ മടുത്തിരിക്കുന്ന അവസ്ഥാവിശേഷം, മരയിപ്പ്, ഇതെല്ലാം കർത്താവ് നീക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒട്ടേറെ മരയിപ്പ്, അത് കാരണം നമ്മൾ ശാരീരികമായിട്ട് തന്നെ രോഗികളായി തീർന്നിരിക്കുന്നു. മാനസികമായ സന്തോഷമില്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയാത്തവണ്ണം വ്യസനവും ദുഃഖവും അനേകം പേരെ പിടികൂടിയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം കർത്താവിനെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിന്റെ മഹത്വം നീ കാണുക. എല്ലാം കർത്താവിന്റെ കയ്യിൽ നീ കൊടുക്കുക. ഈശോയുടെ ഭരണത്തിന്റെ കീഴിലേക്ക് നീ കടന്നു വരിക. ദൈവിക ഭരണത്തെ നീ കാണുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആരാധന ഉയരട്ടെ, സ്തുതിയും സ്തോത്രം ഉയരട്ടെ, മഹത്വം ഉണ്ടാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിതാ നമ്മുടെ മുമ്പിൽ, വലിയൊരു ബന്ധം ഇതാ നമ്മുടെ മുമ്പിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഈ യേശുവിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ ഇത് അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ കണ്ട ദർശനം മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അവിടത്തേക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.